എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പത്രമാറ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സീരിയൽ വിശേഷങ്ങൾ മുന്നേ അറിയുവാൻ ഈ ചാനൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. അങ്ങനെ ജാനകിയും അനാമികയും കൂടി സംസാരിക്കുമ്പോൾ അനാമിക ഇങ്ങനെ ഒരുപാട് കുത്തിത്തിരിപ്പ് പറയുകയും നന്ദുവും നയനയും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചത് എന്നൊക്കെ രീതിയിൽ അവരുടെ തലയിൽ ഈ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ജാനകി പറയുകയാണ്, ആര് ഇനി എന്ത് ചെയ്തായാലും മോള് തന്നെയാണ് എൻ്റെ മരുമകളായിട്ട് വരാൻ പോകുന്നത് എന്നുള്ള ഉറപ്പും ജാനകി അനാമികയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് അനാമികയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കനകയും നയനയും കൂടി സംസാരിക്കുന്നതിനിടെ ജാനകി ഇങ്ങനെ വരികയും ജാനകിയോട് കനക പറയുന്നുണ്ടായിരുന്നു, 4-5 പേരെയാണ് എൻ്റെ മോള് വീഴ്ത്തിയിട്ടാണ് അനാമികയെ മോളെ രക്ഷപ്പെടുത്തിയത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ജാനകി പറയുന്നുണ്ടായിരുന്നു, ആ കഥയൊക്കെ കുറച്ച് എനിക്കും അറിയാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളൊക്കെ ഇങ്ങനെ എന്ത് പ്ലാൻ ചെയ്തതിനാലും എൻ്റെ മരുമകളായിട്ട് വരാൻ പോകുന്നത് ഇനി അനാമിക മോള് മാത്രമാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി നിങ്ങളിനി എന്ത് പണിയെടുത്തതിനാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, അനാമിക മോളെല്ലാം പറഞ്ഞു എന്നും കൂടി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് തെറ്റിദ്ധരിച്ചിരിപ്പിക്കുകയാണ് അനാമിക ജാനകിയെ. അങ്ങനെ ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ജാനകി പോയപ്പോൾ ഇങ്ങനെ കനക ഇങ്ങനെ ഒന്നും തിരിയാതെ എന്താ മോളെ ജാനകി പറയുന്നത് എന്ന് പറയുമ്പോൾ ഇതൊക്കെ കുഴഞ്ഞു മറിയുകയാണല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, ഇല്ല അമ്മ, എന്നാലും ഈ കല്യാണം നടക്കണം. ഇതിപ്പം ഒരാളല്ലേ അറിഞ്ഞുള്ളൂ, വേറെ ആരും അറിഞ്ഞില്ലല്ലോ, അപ്പോൾ അത് നല്ലതിനാണ് എന്ന് ചിന്തിക്കാം നമുക്ക് തൽക്കാലം എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സമാധാനിക്കാം എന്ന് പറയുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് അനാമികയുടെ വീട്ടിൽ അനാമികയുടെ പ്രവൃത്തി കണ്ട് പ്രശംസിക്കുകയാണ് അച്ഛനും അമ്മയും. അതായത് ജാനകിയെ വിളിച്ച് ഈ കളങ്ങളൊക്കെ പറഞ്ഞത് നല്ലതാണെന്ന് പറഞ്ഞ് അവളെ പ്രശംസിക്കുകയാണ് അച്ഛനും അമ്മയും. അപ്പോൾ അത് പറഞ്ഞതൊക്കെ അങ്ങനെ പറഞ്ഞത് നന്നായി, മോൾക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് അച്ഛൻ ഇനി രക്ഷപ്പെടും എന്നൊക്കെ രീതിയിൽ അവർ പറയുന്നുണ്ട്. മോളിനി ഈ സ്റ്റാൻഡിൽ തന്നെ നിന്നാൽ മതി എന്നൊക്കെ അമ്മയും ഉപദേശിക്കുന്നുണ്ട് ഒരുപാട് അനാമികയെ. അങ്ങനെ അച്ഛനിങ്ങനെ പറയുന്നുണ്ട്, ഒരുപാട് ഒരുപാട് കടങ്ങളുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ഈ കല്യാണം കഴിഞ്ഞിട്ട് വേണം വീട്ടാൻ എന്നുള്ള രീതിയിൽ അതാണ് ഇവരുടെ പ്ലാനൊക്കെ. എങ്ങനെയെങ്കിലും അനന്തപുരിയിൽ എത്തി അവിടുന്ന് എങ്ങനെയെങ്കിലും പണം എടുത്ത് കടങ്ങൾ വീട്ടാനുള്ള പ്ലാനാണ് ഇവരുടെയൊക്കെ. അങ്ങനെ മകളോട് പറഞ്ഞു കൊടുക്കുകയാണ് അച്ഛൻ, 3 ബ്രാഞ്ച് എന്തായാലും മനയുടെ പേരിലുണ്ട്. ഇനിയിപ്പോൾ മോളും കൂടി അവിടെ കയറിപ്പറ്റി മാസത്തിലൊരു തുക മോളുടെ പേരിൽ എങ്ങനെയെങ്കിലും ആക്കണം. പിന്നെ മെല്ലനെ ഞാനും ജ്വല്ലറിയിൽ എങ്ങനെയെങ്കിലും കയറിപ്പറ്റാം എന്നൊക്കെയാണ് അവരുടെ പ്ലാൻ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് അനാമികയും ഉറപ്പ് പറയുന്നുണ്ട്. അപ്പോൾ കടക്കാരൊക്കെ പണം കൊടുക്കാനുള്ളവരൊക്കെ അനന്തപുരിയിലേക്കാണ് കയറുന്നത് എന്ന് കേട്ട് ഇപ്പോൾ അടങ്ങിയിരിക്കുകയാണ് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് നയന നന്ദുവിനെ വിളിക്കുകയും പിന്നീട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ജാനകി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അവളെങ്ങനെയൊക്കെയാണ്, അതായത് അനാമിക എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തൊക്കെയോ വളച്ചൊടിച്ചിട്ടാണ് ജാനകിയോട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും എൻ്റെയും ചേച്ചിയുടെ കാര്യം ഇവിടെ പോക്ക് തന്നെയാണ്. ഇനി എന്താണ് ചെയ്യാനൊന്നും അറിയില്ല. പക്ഷെ മോള് നല്ലോണം പഠിച്ച് ഇനി നല്ലൊരു ജോലി സമ്പാദിക്കണം, എന്നിട്ട് ജോലി ചെയ്യണം, നല്ല ബന്ധം വന്നെങ്കിൽ മാത്രം കല്യാണം അപ്പോൾ ആലോചിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കേട്ട് നന്ദുവിന് ഒരുപാട് വിഷമമാവുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് മുത്തശ്ശന് വയ്യാതെ ആവുകയും തലചുറ്റൽ ഉണ്ടാവുകയും അങ്ങനെ മുത്തശ്ശി ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോൾ വിസമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ആദർശ് വരികയും ഡോക്ടറെ കാണിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കല്യാണം കഴിയട്ടെ എന്നിട്ട് മതി എന്നൊക്കെ പറയുമ്പോൾ നിർബന്ധിച്ചുകൊണ്ട് ആദർശ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ഇറക്കുന്നുണ്ട് മുത്തശ്ശനെ. അങ്ങനെ തുടർന്ന് മുത്തശ്ശി പുരോഹിതനെ കാണാൻ പോവുകയും അപ്പോൾ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ പറയുന്നുണ്ട്, മൊത്തം പ്രശ്നങ്ങളാണ് എന്നുള്ള രീതിയിൽ പറയുകയും ഇത് ചേർച്ച കുറവാണ് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് ഈ വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു വിവാഹം കഴിക്കും, 2 വിവാഹം കാണുന്നുണ്ട് എന്നും
എന്താ പറയുക, രണ്ടാമത്തെയാണ് വാഴത്തുള്ളൂ എന്നും ഒക്കെ പറയുന്നുണ്ട് മുത്തശ്ശിയോട്. അത് കേട്ട മുത്തശ്ശി വളരെ ടെൻഷനിൽ ഇരിക്കുകയാണ്. അങ്ങനെ അവിടേക്ക് അനന്തപുരിയിലേക്ക് വരുമ്പോൾ ജാനകിയും ജയനും കൂടി അവിടെ നിന്ന് അജയനും കൂടി ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. കല്യാണം വിളിക്കുന്ന കാര്യങ്ങളും പിന്നെ ഒരുപാട് ഓർണമെൻറ്റ്സ്, ജ്വല്ലറി കാര്യങ്ങളൊക്കെ മോൾക്ക് കൊടുക്കണം. ഇതുവരെ വന്ന 2 മരുമക്കൾക്കും അമ്മ കുറേ കൊടുത്തു. അവർക്ക് അവകാശം ഇല്ലാതെ തന്നെ, അർഹതയില്ലാതെ തന്നെ ഒരുപാട് കൊടുത്തു. ഇതിപ്പോൾ എല്ലാ അവകാശങ്ങളോടും കൂടി വരികയാണ് എൻ്റെ മരുമകൾ. അപ്പോൾ ധാരാളം കൊടുക്കണം എന്നൊക്കെയുള്ള രീതിയിൽ അവരിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ മുത്തശ്ശി വരികയും പുരോഹിതനെ കാണാൻ പോയതെന്ന് പറയുമ്പോൾ പുരോഹിതൻ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി കാര്യം പറയുകയും ചെയ്യുന്നുണ്ട്. അല്ല, എനിക്ക് 2 വിവാഹമാണ് പറയുന്നത്, ഇതിൽ എന്താ പറയുക, ഇത് ചേർച്ചയില്ല എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ഇതിന് പരിഹാരമൊന്നുമില്ലേ അപ്പം തന്നെ ജാനകി ചോദിക്കുകയും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് പൊരുത്തം കുറവാണ് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് വന്നതിനാലും ഇനി ഏത് പുരോഹിതൻ പറഞ്ഞാലും ഒരു പെണ്ണിൻ്റെ കണ്ണീർ ഇനി കുടുംബത്തിൽ വീഴാൻ പറ്റില്ല, അതുകൊണ്ട് ഈ കല്യാണം തന്നെ നടക്കണം എന്ന് പറയുമ്പോൾ ഇങ്ങനെ അജയൻ പറയുന്നുണ്ട്. അപ്പോൾ പുരോഹിതൻ പറയുന്നത് വെറുതെ ആണോ എന്ന് പറയുമ്പോൾ ഒന്നും ജാനകി സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഈ കല്യാണം മാത്രമേ നടക്കുള്ളൂ എന്നുള്ള വാശിയിൽ തന്നെയാണ് ജാനകി ഉള്ളത്. പിന്നീട് നയന അവിടെ ജ്വല്ലറി ചിത്രം വരച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് ജാനകി വരികയും ഇങ്ങനെ നോക്കി നിൽക്കുകയും ചെയ്യുമ്പോൾ എന്താ ഇങ്ങനെ നോക്കുന്നത് എന്ന് പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട്, നീ മറ്റാരോടെങ്കിലും ഈ കല്യാണം മുടക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നുണ്ടോ, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനു മുന്നേ മുത്തശ്ശിയോടും ജാനകി പറഞ്ഞിരുന്നു, ഈ കല്യാണം മുടക്കാൻ വേണ്ടി അമ്മയോട് വേറെ ആരെങ്കിലും എന്തെങ്കിലും കുത്തിത്തിരിപ്പ് പറയുന്നുണ്ടോ എന്ന് മുത്തശ്ശിയോടും ചോദിച്ചിരുന്നു. ഇതിനുശേഷമാണ് നയനയോടും ചോദിക്കുന്നത്. അങ്ങനെ എന്താണ് പറയുന്നത്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്ക് നിന്നെ അറിയാം, ഏടത്തിയും ജലജയൊക്കെ പറയാറുണ്ടായിരുന്നു, അത് നീ ഉള്ളിൽ വെച്ച് സമയം വരുമ്പോൾ പ്രവർത്തിക്കുന്നവളാണെന്നും നിൻ്റെ ചേച്ചിയെല്ലാം തുറന്ന് പറയുന്നവളാണെന്നും എനിക്കറിയാം. അവർ പറയുന്നത് തന്നെയാണ് ശരി. നിങ്ങൾ എന്ത് ഇനി കളിച്ചാലും ഈ കല്യാണം തന്നെ നടത്തും. നിങ്ങൾ 2 മരുമക്കളുടെ കൂടെ ഇനി മറ്റവളെ കൂടി എന്തായാലും ഈ ഫാമിലിയിൽ ഞങ്ങൾ വാഴ്ത്തിക്കില്ല, കയറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ജാനകി. നിങ്ങളെക്കാട്ടും വലിയ മരുമകൾ വരുന്നത് നിങ്ങൾക്ക് പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിമർശിക്കുന്നുണ്ട്. നയനെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ വിഷമത്തിൽ ഇങ്ങനെ നയന നിൽക്കുന്നുണ്ട്. അവിടെ വരെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.